മോസ്റ്റ് യൂസ്ഡ് ഇഡിയംസ് നമ്മുടെ ഇനി വരുന്ന എക്സാമുകളിലും അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിലും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോകുന്ന 10 മോസ്റ്റ് യൂസ്ഡ് ഇഡിയംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മിക്ക ഇഡിയംസ് നിങ്ങൾ കേട്ടതായിരിക്കും, കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഇഡിയംസ് ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് അറിയുന്നില്ല എങ്കിൽ നമ്മളിത് പഠിക്കൽ അത്യാവശ്യമാണ്. ഏതായാലും നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ഒരു 10 മോസ്റ്റ് യൂസ്ഡ് ഇഡിയം എന്നുള്ളത്. നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഓൾറെഡി അറിയുന്നത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കമന്റ് ബോക്സിൽ പറയുക. ഇതല്ല സർ, ഇതല്ലാതെ കുറെ ആൾക്കാർ യൂസ് ചെയ്യുന്ന വേറെയും കുറെ ഇഡിയംസ് ഉണ്ട്, നിങ്ങൾക്ക് അതിന്റെ മീനിങ്സോ കാര്യങ്ങളോ പറയാൻ പറ്റുമെങ്കിൽ അതും കമന്റ് ബോക്സിൽ ഇതുപോലെ ധാരാളം വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. നമുക്ക് സെറ്റ് ആക്കാം. ഫസ്റ്റ് വൺ, യെസ്, ബ്രേക്ക് ദ ഐസ് എന്ന് പറയുന്ന ഒരു ഇഡിയം. എന്താണ് ബ്രേക്ക് ദ ഐസ്? ബ്രേക്ക് ദ ഐസിന്റെ മീനിങ് വരുന്നത് ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ ഇൻ എ സോഷ്യൽ സെറ്റിംഗ്. ഒരു സോഷ്യൽ സെറ്റിംഗിൽ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം ആൻഡ് മേക്ക് എവ്രി വൺ ഫീൽ കംഫർട്ടഡ്. അതായത് എല്ലാവരെയും കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്നൊക്കെ പറയാറുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞ് ഒരു സ്കൂളിൽ നിന്ന് മാറിയിട്ട് പുതിയ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് അവിടെയുള്ള സ്റ്റുഡൻസുമായിട്ടൊന്നും നമുക്ക് കണക്ഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ എല്ലാവരെയും ഒന്ന് കണക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഐസ് ബ്രേക്കിംഗ് സെഷൻസ് വെക്കാറുണ്ട്. പരസ്പരം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പരസ്പരം പരിചയപ്പെടാൻ വേണ്ടിയിട്ടും എല്ലാവരും ഒന്ന് കൂളാവാൻ കംഫർട്ട് ആവാൻ വേണ്ടിയിട്ട് ഒരു സെഷൻ വെക്കാറുണ്ട്. അങ്ങനെ ആ ഒരു പ്രോസസ്സിനാണ് പറയുക ബ്രേക്ക് ദ ഐസ് എന്ന് പറയുന്നത്. At the party, John told a funny joke to break the ice. എല്ലാവർക്കിടയിലും അതൊന്ന് കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഒരു തമാശ പറഞ്ഞു ജോൺ. ഓക്കെ, got it? Next one, a piece of cake. എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമായിരിക്കും പീസ് ഓഫ് കേക്ക്. വെരി സിമ്പിൾ എന്നുള്ള അർത്ഥം, സംതിങ് വെരി ഈസി ടു ഡു, ഒരു ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള കാര്യം. ആൻഡ് ദ മാത്ത് ടെസ്റ്റ് വാസ് എ പീസ് ഓഫ് കേക്ക് ഫോർ ഹർ ബിക്കോസ് ഷീ ഹാഡ് സ്റ്റഡിഡ് വെൽ. അവളെ സംബന്ധിച്ചിടത്തോളം മാത്സ് ടെസ്റ്റ് ഭയങ്കര ഈസി ആയിരുന്നു, കാരണം നന്നായി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ഇതും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സംഭവമാണ്. ടു റിവീൽ എ സീക്രട്ട് അൺഇൻറ്റൻഷനലി. അറിയാതെ ഒരു സീക്രട്ട് പറഞ്ഞു, സർപ്രൈസ് ഒക്കെ പൊളിഞ്ഞു പോയല്ലേ, അറിയാതെ പൊളിഞ്ഞു വന്നതിന് കേട്ടോ. ഷീ ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് അബൌട്ട് ദ സർപ്രൈസ് പാർട്ടി. സർപ്രൈസ് പാർട്ടിയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാതെ പറഞ്ഞു പോയി. ആൻഡ് ഫോർത്ത് വൺ, ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറയും. വാട്ട് ദ മീനിങ്? ടു ഡിസ്ക്രൈബ് എക്സാക്ട്ലി വാട്ട് ഈസ് കോസിങ് എ സിറ്റുവേഷൻ ഓഫ് പ്രോബ്ലം. അതായത് എന്താണ് കാരണം, എന്താണ് സിറ്റുവേഷൻ, പ്രശ്നം എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അല്ലേ, ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, ഒരൊക്കെ കറക്റ്റ് മനസ്സിലാക്കുക, കുറിക്കൊള്ളുക എന്നൊക്കെ മലയാളത്തിൽ പറയും. ഓക്കെ, അതായത് വെൻ യു സെഡ് ദിസ് പ്രോജക്ട് നീഡ്സ് ബെറ്റർ പ്ലാനിങ്. നീ പറഞ്ഞപ്പോൾ, അതായത് ഈ ഒരു പ്രോജക്റ്റിന് ബെറ്റർ പ്ലാനിങ് വേണമെന്ന് പറഞ്ഞപ്പോൾ യു ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. അതായത് പല പ്ലാനിങ്ങും നടന്നു, ഒക്കെ പാളി പറയാണ് ഈ പ്ലാനിങ് ഒന്നും എടുക്കില്ല, പുതിയ പ്ലാൻ വേണം. അതാണ് അവിടെ എല്ലാവരും പറയാൻ ആഗ്രഹിച്ചത്, പക്ഷെ ആരും പറയുന്നില്ല. അപ്പോൾ എന്തായി, കറക്റ്റ് പറയേണ്ട സംഭവം കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തു. യെസ്, ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. ഓക്കെ, ഭയങ്കര സിറ്റുവേഷൻ അങ്ങനെ വളരെ റെയർ ആണെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, മോസ്റ്റ് യൂസ്ഡ് ആണ്. ആൻഡ് ഫിഫ്ത്ത് വൺ, സ്പിൽ ദ ബീൻസ് എന്ന് പറയും. ടു ഡിസ്ക്ലോസ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ എന്താക്കുക അറിയാതെ പറഞ്ഞു പോകുന്നതിന് സ്പിൽ ദ ബീൻസ് എന്ന് പറയും, അല്ലേ. ഡോണ്ട് സ്പിൽ ദ ബീൻസ് അബൌട്ട് അവർ ന്യൂ ബിസിനസ് ഐഡിയ ബിഫോർ ഇറ്റ്സ് ഫൈനലൈസ്ഡ്. നമ്മുടെ പുതിയ ബിസിനസ് ഐഡിയ പറ്റിയിട്ട് എന്താ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് എന്താക്കരുത്, പറയരുത് കേട്ടോ. ഓക്കെ, സീക്രട്ട്. ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു വർക്ക് ലേറ്റ് ഇൻ ടു ദ നൈറ്റ്. രാത്രിയും ഉറക്കമൊഴിഞ്ഞുകൊണ്ട് വർക്ക് ചെയ്യുന്നതിനാണ് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറയുന്നത്. ഹി ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ ടു ഫിനിഷ് ഹിസ് അസൈൻമെന്റ് ബിഫോർ ദ ഡെഡ്ലൈൻ്റെ മുൻപ് അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ രാത്രിയും ഉറക്കമൊഴിഞ്ഞുകൊണ്ട് എന്താക്കി, യെസ്, അവൻ പണിയെടുത്തു, ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ള അർത്ഥം, അല്ലേ. ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫേസ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ബ്രേവ്ലി. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ വളരെ ധൈര്യത്തോടു കൂടി നേരിടുന്നതിനാണ് എന്താ പറയുക, ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറയാം. ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള സംഭവം. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഗോ ടു ദ ഡെന്റിസ്റ്റ്. എനിക്ക് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് എനിക്ക് പോകേണ്ട ആവശ്യമില്ല, എനിക്ക് പോകാൻ താല്പര്യമില്ല, അല്ലേ. ബട്ട് ഐ ഹാഡ് ടു ബൈറ്റ് ദ ബുള്ളറ്റ്. പക്ഷെ എനിക്കത് അത്രയും ധൈര്യത്തോടുകൂടി നേരിടേണ്ടി വന്നു. കാരണം എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര പേടിയാണ്, പക്ഷെ ഞാനത് ധൈര്യത്തോടു കൂടി നേരിട്ടു. എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് വേണ്ട, എന്നാലും വേണ്ട മീൻസ് പല്ലുവേദന ഇല്ലായിട്ടല്ല, എന്നാലും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഓപ്പറേഷൻ ചെയ്യണം, നമുക്ക് താല്പര്യം ഉണ്ടോ? ആർക്കും ആ ഓപ്പറേഷൻ ചെയ്ത് താല്പര്യമുള്ളൂ, പക്ഷേ സിറ്റുവേഷൻ അതാ, നിർബന്ധമായിട്ട് ചെയ്യണം. അതെന്താക്കി, ആൾക്കാർ ഒഴിഞ്ഞു മാറും, പക്ഷേ ഞാൻ എന്താക്കി, ധൈര്യത്തോടുകൂടി ചെയ്തു. ഓക്കെ, അതുപോലെ അണ്ടർ ദ വെദർ എന്ന് പറഞ്ഞാൽ അസുഖമായി കിടക്കുന്ന സുഖമില്ല. ഐ എം അണ്ടർ ദ വെദർ എന്ന് പറയും. ഐ എം ഫീലിംഗ് എ ബിറ്റ് അണ്ടർ ദ വെദർ ടുഡേ സോ ഐ വിൽ സ്റ്റേ ഹോം. എനിക്ക് സുഖമല്ലടാ, ഞാൻ വീട്ടിൽ ഇരിക്കുക എന്ന് പറയും. കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്. ഒരു കൈയും കാലും വിലമതിക്കുന്ന, അതായത് എക്സ്പെൻസീവ് എന്നുള്ള അർത്ഥം, അല്ലെ. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വസ്തു, അതായത് കൈയും കാലും വിറ്റാലും അത് കിട്ടില്ല എന്നൊക്കെ പറയുന്നത് പോലെ മലയാളത്തിൽ അങ്ങനെ ഒരു ടേം ഇല്ല. ഓക്കെ, ദ ന്യൂ ഐഫോൺ കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്. സ്വാഭാവികം. ഓക്കെ, ഇത് ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒന്നുകൂടെ. ഈ ഒരു എക്സ്പ്ലനേഷനും ഈ ഒരു വേർഡും കാര്യങ്ങളും ഈ ഒരു ഡീറ്റെയിൽസും മീഡിയംസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ലാസ്റ്റ് വൺ,
വെൻ പിഗ്സ് ഫ്ലൈ എന്ന് പറയാറുണ്ട്. മലയാളത്തിൽ പറയും കാക്ക മലർന്ന് പറക്കുമ്പോൾ എന്ന് പറയാറുണ്ട്. അതായത് സംതിങ് ദാറ്റ് വിൽ നെവർ ഹാപ്പൻ, ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യം സംഭവിക്കില്ല, അതൊന്നും നടക്കൂല എന്ന് പറയുന്ന പേരാണ് കാക്ക മലർന്ന് പറന്നാൽ അന്ന് നടക്കും എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അതായത് ഹി വിൽ ക്ലീൻ ഹിസ് റൂം വെൻ പിഗ്സ് ഫ്ലൈ, അവന്റെ റൂം ക്ലീൻ ചെയ്യും എന്ന് പന്നികൾ പറക്കുന്ന സമയത്ത്. അതായത് ഇറ്റ്സ് വിൽ നെവർ ഹാപ്പൻ, അതൊരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എന്താക്കുന്നത്, യൂസ് ചെയ്യുന്നത്. സോ ഇതുപോലുള്ള വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഭയങ്കര യുണീക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര യൂസ്ഡ് ആയിട്ടോ നിങ്ങളുടെ മൈൻഡിലുള്ള ഒരു ഇഡിയംസ് കമന്റ് ബോക്സിൽ അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മി ജംഷാദ്, യു ക്യാൻ കോൾ മി ജെഡി. താങ്ക് യു. ബൈ.